Hi students, welcome to your new class. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ക്യാപിറ്റൽ റിക്കവറി എന്ന് പറയുന്നത്. ക്യാപിറ്റൽ റിക്കവർ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്ര വർഷം കൊണ്ടാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് തിരിച്ചു പിടിക്കാൻ സാധിക്കുന്നത്, ഇതിനെയാണ് ക്യാപിറ്റൽ റിക്കവറി എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ തന്നെ പറയുന്നുണ്ട്, വെൻ യു ഇൻവെസ്റ്റ് മണി യു വാണ്ട് ടു റിക്കവർ യുവർ ഇനീഷ്യൽ ക്യാപിറ്റൽ ആസ് വെൽ ആസ് ഏൺ എ റിട്ടേൺ ഓൺ ദാറ്റ് ഇൻവെസ്റ്റ്മെന്റ്. നമ്മൾ എവിടെ നിക്ഷേപിക്കുമ്പോഴും നമ്മൾ ഇട്ട പൈസയും അതിൻ്റെ കുറച്ചും കൂടി അധികമായിട്ടുള്ള പൈസ, ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ് അടക്കമുള്ളതും കൂടിയാണ്, അല്ലെങ്കിൽ റിട്ടേൺ അടക്കമുള്ളതാണ് നമ്മൾ ഇങ്ങോട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ക്യാപിറ്റൽ റിക്കവറിയിൽ മെയിനായിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്താണ്, ഹൗ മച്ച് യു നീഡ് ടു റിസീവ് അറ്റ് റെഗുലർ ഇൻ്റർവെൽ ടു റിക്കവർ ദ ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ്. നമ്മുടെ ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയായിരുന്നോ അത് റിക്കവർ ചെയ്യാൻ എത്ര ഇൻ്റർവെല്ലിൽ, റെഗുലർ ഇൻ്റർവെല്ലിൽ നമ്മൾ പൈസ റിസീവ് ചെയ്തുകൊണ്ടിരിക്കണം. അതിലൊക്കെ പ്രത്യേകത എന്ന് പറയുന്നത് ടൈം വാല്യൂ ഓഫ് മണിക്ക് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പം നിങ്ങൾ പഠിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ റിക്കവറി എന്താണെന്നുള്ളതിൻ്റെ മീനിങ് പഠിക്കുക. ക്യാപിറ്റൽ റിക്കവറി ഈസ് എ ഫിനാൻഷ്യൽ കോൺസെപ്റ്റ് ദാറ്റ് റിഫേഴ്സ് ടു ദ പ്രോസസ് ഓഫ് റിക്കവറിംഗ് ദ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് ഓവർ ടൈം, യൂഷ്വലി ത്രൂ പീരിയോഡിക് പേയ്മെന്റ്സ് ഓർ റിട്ടേൺസ്. ദിസ് ഇസ് ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഓഫ് ദ ടൈം വാല്യൂ ഓഫ് മണി. അതായത് നമ്മൾ ക്യാപിറ്റൽ റിക്കവറി എന്ന് പറയുന്നത് ഒരു ഫിനാൻഷ്യൽ കോൺസെപ്റ്റ് ആണ്. ഇതിൽ പ്രത്യേകിച്ച് പറയുന്ന ഒരു കാര്യം, എത്ര സമയം എടുത്തുകൊണ്ടാണ് നമ്മുടെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് റിക്കവർ ചെയ്യുന്നത്, ആ പ്രോസസ്സിനെയാണ് ഈ ക്യാപിറ്റൽ റിക്കവറി എന്ന് പറയുന്നത്. നോർമലി ഒരു പീരിയോഡിക് പേയ്മെൻറ്റ്സ് ഉണ്ടായിരിക്കും അതിന് കൃത്യമായിട്ട്. അതിൽ ടൈം വാല്യൂ ഓഫ് മണിക്ക് വളരെയധികം പ്രാധാന്യം ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ഇനി എന്തൊക്കെ ഘടകങ്ങളാണ് ഇതിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്? ഒരു ക്യാപിറ്റൽ റിക്കവറി എന്ന് പറയുന്നതിൽ ടൈം വാല്യൂ നന്നായി അഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അല്ലേ. എന്തുകൊണ്ടാണ്? എമൗണ്ട് ഓഫ് മണി നീഡഡ് ടു റിക്കവർ ദ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചേഞ്ചസ്. നമ്മൾക്ക് ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണോ ആ പൈസ നമുക്ക് തിരിച്ച് കിട്ടുന്നത്, അതിന് ആ എമൗണ്ട് ഇതിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ചിലപ്പോൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് ആ എമൗണ്ടിൽ ഒരു ചേഞ്ച് അവിടെ വരികയാണ്. ഇഫ് യു വാണ്ട് ടു റിക്കവർ യുവർ ഇൻവെസ്റ്റ്മെൻറ്റ് ടുഡേ ഇറ്റ് ഈസ് സിംപ്ലി ദ പ്രിൻസിപ്പൽ എമൗണ്ട്. നമ്മളിപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് തിരിച്ച് അത് തന്നെയാണ് റിക്കവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ പ്രിൻസിപ്പൽ എമൗണ്ട് മാത്രമേ കിട്ടുള്ളൂ. എന്നാൽ നമ്മൾ റിക്കവർ ചെയ്യുന്ന കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് എന്ത് നോക്കേണ്ടി വരും, അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റും അല്ലെങ്കിൽ ആ ഇട്ട പൈസയുടെ റിട്ടേൺസും കൂടി അതിൻ്റെ ഒപ്പം ഉണ്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ, സമയം പോകും തോറും അല്ലെങ്കിൽ അത് കൂടുതൽ ഇരിക്കും തോറുമാണ് അതിൽ ആ മാറ്റങ്ങൾ വരുന്നത്. അപ്പോൾ അവിടെ രണ്ട് ഘടകങ്ങളാണ് പ്രധാനമായിട്ടും അതിനെ അഫക്റ്റ് ചെയ്യുന്നത്. ഒന്ന് ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ റിട്ടേൺ റേറ്റ്. കാരണം ഈ ഒരു റേറ്റ് എന്ന് പറയുന്നത് മണി ഗ്രോസ് ഓവർ ടൈം. നമ്മൾ കുറച്ച് വർഷങ്ങൾ, ഇപ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ ഇന്ന് ഇൻവെസ്റ്റ് ചെയ്തു, നാളെ എടുത്തു അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് എടുത്തു പറഞ്ഞാൽ നമുക്ക് റിട്ടേൺസ് ഉണ്ടാവില്ല. അതേസമയം അതേ എമൗണ്ട് നമ്മൾ 3-5 വർഷത്തേക്ക് ഇടുമ്പം അതിൽ നിന്ന് ഒരു വ്യത്യാസം